പാളിപ്പോയ ഒരു പനീർ ബട്ടർ മസാലയുടെ കഥ കേട്ടാലോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഭയങ്കരമായി ലാക്ടോസ് ഇൻടോളറന്റ് ആയതുകൊണ്ടാണ് ടോഫു വെച്ച് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം വിത്തൗട്ട് പനീർ. അങ്ങനെ ഭയങ്കരമായ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഉദ്ദേശിച്ചെടുത്തൊരു ഷോർട്സ് ആയിരുന്നു ഇത്. പക്ഷെ ഇതിങ്ങനെ പാളിപ്പോകുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പനീർ സാധാ പാലെടുത്ത് കടഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ടോഫു എന്ന് പറയുന്നത് സോയ് മിൽക്ക് എടുത്തിട്ടാണ് നമ്മൾ കടഞ്ഞ് ഇതേപോലെ കട്ടിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചൊവ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ദൈവം തമ്പുരാനെ, ഇത് വായി പോലും വെക്കാൻ കൊള്ളാത്ത സാധനമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഫാറ്റ് ലോസ് ജേണിയിൽ പനീറിനേലും നല്ലത് ടോഫു ആണെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ടോഫു വാങ്ങിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാക്ടോസ് ഇൻടോളറന്റ് ആയതുകൊണ്ട് ടോഫുവിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് ഇത്രയും വലിയൊരു അധപ്പതനമായി മാറും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യന്മാർ കഴിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയൊരു സാധനമാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ് പനീർ ബട്ടർ മസാല എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു മസാലയുടെ ഒരു കൂട്ട്, ജർമ്മൻസിന് ബട്ടർ ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരുടെ റെഡി ടു ഈറ്റ് ബട്ടർ മസാലയുടെ ഒരു ക്യാൻ വാങ്ങിച്ചിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആക്ച്വലി ആ ഒരു ഫ്ലേവർ നല്ലതായിരുന്നു. പക്ഷെ ഇതിനെന്താണ് ഇങ്ങനെ ഒരു ചൊവ്വ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിണ്ണാക്കില്ലേ, പിണ്ണാക്കിൻ്റെ ഒരു ചൊവ്വ ഉണ്ടായിരുന്നു. ഇനി പിണ്ണാക്കിന്റെ ടേസ്റ്റ് എങ്കിലും നിനക്കറിയാവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആരും കമന്റ് ബോക്സിൽ വരാൻ നിൽക്കണ്ട. അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.